നമസ്കാരം. ശ്രീബുദ്ധൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഒരു സുന്ദരിയെ എങ്ങനെയാണ് സന്യാസി നോക്കേണ്ടത്? ഈ ചോദ്യം ചോദിച്ചത് ശ്രീബുദ്ധൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ, ആത്മീയതയുടെ കാര്യത്തിൽ ശ്രീബുദ്ധനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശാരീപുത്രനാണ്. നളന്ദ സ്വദേശിയാണ് ശാരീപുത്രൻ. ബുദ്ധ സാഹിത്യത്തിൽ ബുദ്ധൻ്റെ ശിഷ്യന്മാരിൽ 2ാം സ്ഥാനമാണ് ശാരീപുത്രനുള്ളത്. 1ാം സ്ഥാനം കൊണ്ടണ്ണനാണ്. പക്ഷേ പിൽക്കാലത്ത് ബുദ്ധൻ എല്ലാ കാര്യങ്ങളിലും ഉപദേശം തേടിയതും കൂടെ കൊണ്ടു നടന്നതും ശാരീപുത്രനെയാണ്. ആ ശാരീപുത്രനാണ് ഈ ചോദ്യം ചോദിച്ചത്. ഒരു സുന്ദരിയായ സ്ത്രീയെ എങ്ങനെയാണ് സന്യാസി നോക്കേണ്ടത്? വൈശാലിയിലെ ഒളിമങ്ങാത്ത സൗന്ദര്യമായ അമ്രപാലി എന്ന നർത്തകി ബുദ്ധനെ സന്ദർശിച്ച് പോയി കഴിഞ്ഞ ഉടനെയാണ് ആ ചോദ്യം ഉയർന്നത്. ലിച്ചാവി വംശക്കാരാണ് വൈശാലി ഭരിക്കുന്നത്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും അംഗലാവണ്യം കൊണ്ട് അനുഗ്രഹീതരായിരുന്നു. നഗരശോഭിനികളായ ബാലസ്ത്രീകൾ അവിടെ ധാരാളം ഉണ്ടായിരുന്നു. അമ്രപാലി ഒരു നഗരശോഭിനിയായിരുന്നു. കോൺക്യുബൈൻ എന്നാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. വെപ്പാട്ടി എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതീവ സുന്ദരികൾ വിവാഹം കഴിക്കരുതെന്നും പൗരപ്രമുഖർക്ക് അഭിഗമ്യകളായിരിക്കണമെന്നും ഒരലിഖിത നിയമം അവിടെ ഉണ്ടായിരുന്നു. യുവാവായ രാജാവ് ബിംബിസാരൻ അമ്രപാലിയെ മോഹിച്ച് വൈശാലിയിൽ ചെന്ന് അവൾക്കൊപ്പം 7 ദിവസം താമസിച്ചതായി പറയുന്നുണ്ട്. മഗധയും വൈശാലിയും തമ്മിൽ നിലനിന്നിരുന്ന ശത്രുത അവസാനിച്ചതും സമാധാനം സ്ഥാപിച്ചതും ഈ ബന്ധം വഴിയാണ് എന്നും പറയുന്നുണ്ട്. ഇന്ന് ഗംഗാനദിക്ക് കുറുകെ പണിത വലിയ പാലം കടന്നാണ് ബീഹാറിൻ്റെ തലസ്ഥാനമായ പാട്നയിൽ നിന്ന്, അതായത് പഴയ പാടലീപുത്രത്തിൽ നിന്ന് വൈശാലിയിലേക്ക് പോകേണ്ടത്. ഈ സംഭവം നടന്നത് രാജഗൃഹത്തിലെ വേണുവനത്തിലാണ്. മഴക്കാല വിശ്രമവേള അവസാനിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് അസാധാരണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ബുദ്ധനെ സന്ദർശിച്ചു. അവൾ വന്നത് 2 വെളുത്ത കുതിരകളെ പൂട്ടിയ വണ്ടിയിലാണ്. 16 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവും കൂടെയുണ്ട്. അവരുടെ വസ്ത്രവും ഭാവവും സുഭഗവും ഉത്കൃഷ്ടവുമായിരുന്നു. അവൾ ഒരു യുവ ഭിക്ഷുവിനോട് ബുദ്ധന്റെ കുടിലിലേക്കുള്ള വഴി ചോദിച്ചു. എന്നാൽ അവരവിടെ എത്തിയപ്പോൾ ബുദ്ധൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നടന്ന് ധ്യാനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്ത്രീയെയും കുട്ടിയെയും കുടിലിന് മുന്നിലെ കസേരകളിൽ ഇരിക്കാനായി ഭിക്ഷു ക്ഷണിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാരീപുത്രൻ, കരുതായി, നാഗസമാല എന്നീ ശിഷ്യർക്കൊപ്പം ബുദ്ധൻ മടങ്ങിയെത്തി. സ്ത്രീയും കുട്ടിയും എണീറ്റ് നിന്ന് ആദരവോടെ ബുദ്ധനെ വണങ്ങി. ഒരു കസേരയിൽ ബുദ്ധൻ ഇരുന്നതോടെ അവരെയും ഇരിക്കാൻ ക്ഷണിച്ചു. ഈ സ്ത്രീ അമ്രപാലിയാണെന്നും കൂടെയുള്ള യുവാവ് ബിംബിസാരപുത്രനായ ജീവകനാണെന്നും ബുദ്ധന് മനസ്സിലായി. അമ്രപാലിയെക്കുറിച്ചും ജീവകനെക്കുറിച്ചും ഒരു സ്വകാര്യ സംഭാഷണത്തിൽ രാജാവ് തന്നെ ബുദ്ധനോട് മനസ്സ് തുറന്നിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കലുതായി ഒരിക്കലും കണ്ടിരുന്നില്ല. 1 മാസം മുമ്പ് മാത്രമാണ് അദ്ദേഹം ഭിക്ഷുവാകാനുള്ള പ്രതിജ്ഞ എടുത്തത്. ബുദ്ധനോട് തിരിച്ച് കപിലവസ്തുവിലേക്ക് വരാൻ പറയാൻ പിതാവ് ശുദ്ധോദനൻ പറഞ്ഞുവിട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശകരിൽ ഒരാളായ കലുതായി. കുതിരക്കാരൻ ചന്ദനും കലുതായും കൂടിയാണ് മഗധയിലെത്തിയത്. സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ട രാത്രി കൂടെ ഉണ്ടായിരുന്നത് ചന്ദനായിരുന്നല്ലോ. ആ സുന്ദരിയായ സ്ത്രീയെ നോക്കുന്നത് ശരിയാണോ അല്ലയോ എന്നതിൽ കലുതായിക്കെന്തോ ആശയക്കുഴപ്പമുണ്ടായി. നോക്കണോ വേണ്ടയോ എന്ന ആശങ്ക. എന്തു ചെയ്യണമെന്ന് തീർച്ചയില്ലാതെ അദ്ദേഹം താഴോട്ടു നോക്കി. മറ്റൊരു ഭിക്ഷുവായ നാഗസമാലയും അതുപോലെ തന്നെ ചെയ്തു. ബുദ്ധനും ശാരീപുത്രനും മാത്രം അമ്രപാലിയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ശാരീപുത്രൻ അമ്രപാലിയെയും ബുദ്ധനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ബുദ്ധന്റെ നോട്ടം എത്ര സഹജവും സ്വാഭാവികവുമാണെന്ന് അദ്ദേഹം കണ്ടു. മനോഹരമായ പൂർണ്ണചന്ദ്രനെ പോലെ അദ്ദേഹത്തിൻ്റെ മുഖം പ്രശാന്തമായിരുന്നു. കണ്ണുകൾ തെളിഞ്ഞതും കരുണയുള്ളതുമായിരുന്നു. ബുദ്ധന്റെ കണ്ണുകൾ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയതുപോലെ അമ്രപാലിക്ക് തോന്നി. അമ്രപാലിയും ബുദ്ധന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ബുദ്ധൻ ഇപ്പോൾ നോക്കുന്നത് പോലെ ഒരു പുരുഷനും ഒരിക്കലും അവളെ നോക്കിയിട്ടില്ല. മുമ്പ് കണ്ട പുരുഷന്മാരുടെ നോട്ടം 2 തരത്തിലാണ് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഒന്നുകിൽ കാമം നിറഞ്ഞ കണ്ണുകൾ, അല്ലെങ്കിൽ ഭയവും അമ്പരപ്പും നിറഞ്ഞ കണ്ണുകൾ. പക്ഷേ ബുദ്ധൻ അവളെ നോക്കിയത് ഒരു പൂവിനെയോ പൂമ്പാറ്റയെയോ മേഘത്തെയോ പുഴയെയോ നോക്കുന്നത് പോലെയാണ്.
തൻ്റെ ഹൃദയചിന്തകൾ ആഴത്തിൽ വായിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെന്ന് അമ്രപാലിക്ക് തോന്നി. കൈകൾ കൂപ്പി അവൾ തന്നെയും മകനെയും പരിചയപ്പെടുത്തി. ഞാൻ അമ്രപാലി, ഇതെൻ്റെ മകൻ ജീവകൻ, ഡോക്ടറാവാൻ പഠിക്കുന്നു. അങ്ങയെക്കുറിച്ച് ഞങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഏറെക്കാലമായി അങ്ങയുമായുള്ള സമാഗമത്തിൻ്റെ ഈ നിമിഷം ഞാൻ സ്വപ്നം കണ്ടിരുന്നു. 16 വയസ്സുകാരനായ ജീവകനോട് പഠനത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും പുഞ്ചിരിച്ചുകൊണ്ട് ബുദ്ധൻ ചോദിച്ചു. ജീവകൻ അതീവ ഭവ്യതയോടെ മറുപടി നൽകി. ബുദ്ധിയും കരുണയുമുള്ള കുട്ടിയാണ് അവനെന്ന് ബുദ്ധന് തോന്നി. അജാതശത്രുവിൻ്റെ അതേ പിതാവ് തന്നെയാണ് ഈ യുവാവിൻ്റെതെങ്കിലും ഇവൻ രാജകുമാരനേക്കാൾ സ്വഭാവശുദ്ധിയുള്ളവനാണ്. ബുദ്ധനോടുള്ള ആദരവും സ്നേഹവും കൊണ്ട് ജീവകന്റെ ഹൃദയം തുളുമ്പി. വൈദ്യ പഠനം പൂർത്തിയായാൽ വേണുവനത്തിൽ ബുദ്ധന്റെ കൂടെ താമസിക്കണം എന്ന് അവൻ വിചാരിച്ചു. താൻ കണ്ടിട്ടുള്ള മറ്റ് നിരവധി ഗുരുനാഥന്മാരെ പോലെ തന്നെ ആയിരിക്കും ബുദ്ധനും എന്നാണ് അദ്ദേഹത്തെ നേരിൽ കാണുന്നതിന് മുമ്പ് അമ്രപാലി വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മദൃഷ്ടി വിശദീകരിക്കാനാകാത്ത വിധം സൗമ്യവും കരുണവുമായിരുന്നു. തൻ്റെ ഹൃദയത്തിനുള്ളിൽ അടച്ചുപൂട്ടി വെച്ചിരുന്ന എല്ലാ ദുരിതങ്ങളും അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ അവൾക്ക് തോന്നി. ബുദ്ധൻ അവളെ നോക്കിയ രീതിയിലൂടെ അവളുടെ ഒട്ടേറെ വേദനകളും ശമിച്ചു. കണ്ണീരാൽ നനഞ്ഞ കൺവീരികളോടെ അവൾ പറഞ്ഞു, ഗുരു, എൻ്റെ ജീവിതം ദുരിതം നിറഞ്ഞതാണ്. എനിക്ക് പണത്തിനോ സമ്പത്തിനോ കുറവില്ല. എങ്കിലും ഇതുവരെയും എനിക്ക് ആശിക്കുവാനൊന്നുമില്ലെന്ന് തോന്നിയിരുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ദിനമാണ്. അമ്രപാലി സമർത്ഥയായ നർത്തകിയും ഗായികയുമായിരുന്നു. എന്നാൽ അവൾ അങ്ങനെ ആർക്കു വേണ്ടിയും ആടുന്നവളോ പാടുന്നവളോ അല്ല. ഏതെങ്കിലും ഒരാളുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും അതൃപ്തി തോന്നിയാൽ എത്ര സ്വർണം വാഗ്ദാനം കിട്ടിയാലും അവൾ പരിപാടി നടത്താൻ വിസമ്മതിച്ചു. അവൾക്ക് 16 വയസ്സുള്ളപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രണയം തകർച്ചയിൽ കലാശിച്ചു. പരാജയപ്പെട്ട പ്രണയങ്ങൾ കവിതകളായി മാറുമെന്നും വിജയിച്ച പ്രണയങ്ങൾ കുടുംബ വഴക്കായി തീരുമെന്നും പറഞ്ഞത് പ്രൊഫസർ MN വിജയനാണെന്ന് തോന്നുന്നു. എന്തായാലും അമ്രപാലിക്ക് കവിത എഴുതേണ്ടി വന്നില്ല. താമസിയാതെ അവൾ യുവാവായ ബിംബിസാർ രാജകുമാരനെ പരിചയപ്പെട്ടു. പ്രണയത്തിലായി. അദ്ദേഹത്തിൻ്റെ മകൻ ജീവകന് ജന്മമേകി. എന്നാൽ രാജഗൃഹത്തിലെ കൊട്ടാരത്തിലെ ആരും അമ്രപാലിയെയും മകനെയും സ്വീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. തെരുവോരത്തു നിന്ന് രാജകുമാരൻ രക്ഷിച്ചെടുത്ത കുഞ്ഞാണ് ജീവകൻ എന്നുപോലും കൊട്ടാരത്തിലെ ചിലർ പറഞ്ഞു പരത്തി. ഈ ആരോപണങ്ങൾ അമ്രപാലിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിപ്പാടുണ്ടാക്കി. കൊട്ടാരത്തിലുള്ള ആളുകളുടെ അസൂയയും വെറുപ്പും കൊണ്ടുണ്ടായ അപമതി അവൾ സഹിച്ചു. താൻ കാത്തുസൂക്ഷിക്കേണ്ടത് തൻ്റെ മഹത്തായ സ്വാതന്ത്ര്യം മാത്രമാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. രാജാവ് പറഞ്ഞിട്ടും കൊട്ടാരത്തിൽ താമസിക്കുവാൻ അവൾ വിസമ്മതിച്ചു. തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. അവളോട് ബുദ്ധൻ സൗമ്യമായി മൊഴിഞ്ഞു. സൗന്ദര്യത്തെക്കുറിച്ചുള്ള ബുദ്ധൻ്റെ മഹത്തായ ഒരു നിരീക്ഷണമുണ്ടായത് ഈ സന്ദർഭത്തിലാണ്. അതിതാണ്, മറ്റെല്ലാ പ്രതിഭാസങ്ങളെയും പോലെ സൗന്ദര്യം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. ഭാഗ്യവും പെരുമയും അങ്ങനെ തന്നെ. ധ്യാനത്തിൻ്റെ ഫലങ്ങളായ ശാന്തിയും ആനന്ദവും സ്വാതന്ത്ര്യവും മാത്രമാണ് യഥാർത്ഥ സന്തോഷം നൽകുന്നത്. അമ്രപാലി, ഇനി ഈ ജീവിതത്തിൽ ശേഷിച്ചിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും ശ്രദ്ധിക്കുകയും അമൂല്യമായി കരുതുകയും ചെയ്യുക. അലസമായ കളിതമാശകളിലോ മറവിയിലോ സ്വയം നീ നഷ്ടപ്പെടരുത്. ശ്വസനത്തിൻ്റെ രീതി, ഇരുപ്പ്, ജാഗ്രതയോടെയുള്ള പഞ്ചധർമ്മങ്ങളുടെ പരിപാലനം, പരിശീലനം എന്നിവയിലൂടെ നിത്യജീവിതം ക്രമീകരിക്കാമെന്ന് ബുദ്ധൻ അമ്രപാലിയോട് ഉപദേശിച്ചു. ഈ അമൂല്യമായ ബോധനങ്ങൾ സ്വീകരിക്കുവാൻ അവൾക്ക് അത്യാഹ്ലാദമുണ്ടായി. പിരിയുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു, വൈശാലി നഗരത്തിന് തൊട്ടപ്പുറത്തായി പ്രശാന്തവും രമണീയവുമായൊരു മാന്തോപ്പ് എനിക്കുണ്ട്. അങ്ങും അങ്ങയുടെ ഭിക്ഷുക്കളും അവിടെ സന്ദർശിക്കണമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതെൻ്റെ മകനും എനിക്ക് ഉന്നതമായ ബഹുമതിയായിരിക്കും. ഭഗവാൻ ബുദ്ധൻ എൻ്റെ ക്ഷണം സ്വീകരിച്ചാലും. ബുദ്ധൻ സമ്മതമെന്ന ഭാവത്തിൽ പുഞ്ചിരിച്ചു. അമ്രപാലി പോയ ശേഷം കരുതായി ബുദ്ധൻ്റെ അടുത്തിരിക്കുവാൻ അനുവാദം ചോദിച്ചു. നാഗസമാല മറ്റേ പീഠത്തിലിരിക്കുവാൻ ശാരീപുത്രനെ ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം നിന്നതേയുള്ളൂ. കുടിലിന് അരികിലൂടെ കടന്നുപോയിരുന്ന പല ഭിക്ഷുക്കളും അവിടെ നിന്നു നോക്കി. ശാരീപുത്രൻ കരുതായിയെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് അദ്ദേഹം ബുദ്ധനോട് ചോദിച്ചു, ഗുരു, ഒരു സന്യാസി എപ്രകാരമാണ് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെ കാണേണ്ടത്? സൗന്ദര്യം, വിശേഷിച്ചും ഒരു സ്ത്രീയുടെ സൗന്ദര്യം, ആത്മീയ പരിശീലനത്തിന് വിഘാതമാണോ? ബുദ്ധൻ പുഞ്ചിരിച്ചു. ശാരീപുത്രൻ തനിക്ക് വേണ്ടിയല്ല, മറ്റു ഭിക്ഷുക്കൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് ബുദ്ധന് മനസ്സിലായി. ബുദ്ധൻ പറഞ്ഞു, എല്ലാ ധർമ്മങ്ങളുടെയും ശരിയായ പ്രകൃതം സൗന്ദര്യത്തെയും വൈരൂപ്യത്തെയും തള്ളിക്കളയുന്നു. അതായത്
ബുദ്ധധർമ്മം ശരിയായി മനസ്സിലാക്കിയാൽ സൗന്ദര്യമുള്ളവർ അതിൻ്റെ പേരിൽ അഭിമാനിക്കുകയോ സൗന്ദര്യമില്ലാത്തവർ പ്രയാസപ്പെടുകയോ വേണ്ടതില്ല. സൗന്ദര്യവും വൈരൂപ്യവും നമ്മുടെ മനസ്സുകൾ രൂപപ്പെടുത്തിയ കൽപ്പനകൾ മാത്രമാണ്. അവ ശാശ്വതമല്ല. അവ നമ്മുടെ പഞ്ചസഞ്ചയങ്ങളുടെ ഘടനയുമായി അവിഭാജ്യമായി ചുറ്റിപ്പടർന്നിട്ടുള്ളതാണ്. ഒരു കലാകാരൻ്റെ കണ്ണിന് എന്തും സൗന്ദര്യമുള്ളതായി തോന്നാം, എന്തും വൈരൂപ്യമായും തോന്നിയേക്കാം. ഒരു പൂവ്, ഒരു പുഴ, ഒരു ഇല, ഒരു മേഘം, ഒരു സൂര്യകിരണം, അല്ലെങ്കിൽ സ്വർണപ്രഭയുള്ള സായാഹ്നം, എല്ലാറ്റിലും സൗന്ദര്യമുണ്ട്. എന്നാൽ സ്ത്രീയുടെ സൗന്ദര്യത്തെക്കാൾ പുരുഷന്റെ ശ്രദ്ധ തെറ്റിക്കാൻ കഴിവുള്ള മറ്റൊരു സൗന്ദര്യമില്ല. ഒരുവന് ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഒഴിയാബാധയായാൽ അവന് അവൻ്റെ വഴി നഷ്ടപ്പെടുന്നു. ഭിക്ഷുക്കളെ, നിങ്ങൾ ആഴത്തിൽ കാണുകയും മാർഗത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, വിമോചനം നേടിയിട്ടുണ്ടെങ്കിൽ, ഈ രണ്ടിനാലും നിങ്ങൾ ബന്ധിക്കപ്പെടുന്നില്ല. വിമോചിതനായ ഒരാൾ സൗന്ദര്യത്തെ നോക്കുമ്പോൾ അത് സുന്ദരമായ അനേകം ഘടകങ്ങൾ ഉള്ളതാണെന്ന് കാണാൻ കഴിയും. അത്തരം ഒരാൾ സൗന്ദര്യവും വൈരൂപ്യവും അടങ്ങുന്ന എല്ലാറ്റിൻ്റെയും നശ്വരവും പൊള്ളയുമായ പ്രകൃതം മനസ്സിലാക്കുന്നു. അങ്ങനെ അയാൾ സൗന്ദര്യത്താൽ മതിമറക്കുകയോ വൈരൂപ്യത്താൽ പരിഭ്രാന്തനാവുകയോ ചെയ്യുന്നില്ല. കരുണാമയവും വിമോചിതവുമായ ഹൃദയമാണ് ഒരിക്കലും ഒളിമങ്ങാത്തത്. തിരിച്ചൊന്നും ആവശ്യപ്പെടാത്ത, യാതൊരുവിധ ഉപാധിയുമില്ലാതെ സ്നേഹിക്കാനുള്ള കഴിവാണ് വിമോചിതവും കരുണവുമായ ഹൃദയമാണ് സൗന്ദര്യം. ഭിക്ഷുക്കളെ, ശുഷ്കാന്തിയോടെ പരിശീലിച്ചാലും നിങ്ങൾ യഥാർത്ഥ സൗന്ദര്യം സാക്ഷാത്കരിക്കും. കരുതായിക്കും മറ്റ് ഭിക്ഷുക്കൾക്കും ബുദ്ധന്റെ വാക്കുകൾ വളരെ സഹായകരമായി അനുഭവപ്പെട്ടു. ഒരു ദിവസം അമ്രപാലിയുടെ മാന്തോപ്പിൽ ബുദ്ധനും സംഘവും എത്തിയതറിഞ്ഞ് അവൾ അവിടേക്ക് പോയി ബുദ്ധനെ വണങ്ങി. അമ്രപാലി ആവശ്യപ്പെട്ട പ്രകാരം ബുദ്ധൻ അവർക്ക് സന്യാസിനി പട്ടം നൽകി, സംഘത്തിൽ ചേർത്തു. ബുദ്ധദേവന്റെ ധർമ്മരശ്മി ചൊരിയുന്ന അക്കാലത്ത് തന്നെയാണ് മറ്റൊരു നഗരശോഭിനി ഉത്തര മധുരാപുരിയിൽ ജീവിച്ചിരുന്നത് എന്ന് ആനുഷംഗികമായി ഓർക്കുകയാണ്. ബുദ്ധ ഭിക്ഷുവായ ഉപഗുപ്തനോടുള്ള അഗാധമായ പ്രണയം മനസ്സിൽ സൂക്ഷിച്ച് അവസാനം കരചരണ ശ്രവണ നാസികകൾ മുറിച്ചു മാറ്റപ്പെട്ട് ശ്മശാനത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ കുമാരനാശാൻ അനശ്വരിയാക്കിയ വാസവദത്തെ ഈ നിമിഷത്തിൽ ഓർത്തുപോവുകയാണ്. ബുദ്ധനെക്കുറിച്ച് ഞാൻ ചെയ്ത മുൻ വീഡിയോകൾ കാണാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും. പഠിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇതുപോലെ ധാരാളമുണ്ട് ബുദ്ധൻ്റെ ജീവിതത്തിൽ. ആ ജീവിതത്തിലെ മറ്റൊരു സന്ദർഭവുമായി വൈകാതെ വരാം. നന്ദി.